അമ്മായി അമ്മമാർ എങ്ങനെയൊക്കെയാണ് പുരുഷന്മാരുടെ ജീവിതത്തെ സ്വാധീനിക്കുക, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ കഥ എഴുതുന്ന രജീവിൻ്റെ അമ്മായിയമ്മ വന്നപ്പം മുതലേ വല്ലാത്തൊരു വൈബാണ്. അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരിയും വരാം, അത്ഭുതം തോന്നാം. എന്തായാലും രജീവിൻ്റെ കഥയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് രജീവ്, യഥാർത്ഥ പേരല്ല. ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. 2 വർഷം മുമ്പ് ഒരു മാട്രിമോണി സൈറ്റ് വഴിയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഞാൻ കണ്ടിഷ്ടപ്പെട്ട് അങ്ങോട്ട് റീക്വസ്റ്റ് ചെയ്യുകയായിരുന്നു. വീട്ടുകാരെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പെർഫെക്റ്റാണ്, ജാതകവും ചേരും. അവൾ IT ഫീൽഡിലായിരുന്നു. അന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 വർഷം വർക്ക് ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല. ഈ അടുത്ത കാലത്ത് വർക്ക് ചെയ്യാനും വന്നതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയുടെ ഔട്ടർ സൈഡിൽ ഒരു ഫ്ലാറ്റ് എടുത്തു. നല്ല ഫ്ലാറ്റാണ്, സ്വന്തമായിട്ടില്ല, വാടകയ്ക്കാണ്. അവിടെ കൂടി 2 ബെഡ്റൂമാണ് ഫ്ലാറ്റിനുള്ളത്. 1 ബെഡ്റൂം ഞങ്ങൾക്ക് സ്വന്തം. ഇടയ്ക്ക് പിന്നെ ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ വരുമ്പോഴേക്കും താമസിക്കണ്ടേ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്. അവൻ എന്നേക്കാൾ 2.5 വയസ്സിന് ഇളയതാണ്. വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നാട്ടിലൊരു കൺസൾട്ടൻസിയിൽ ജോയിൻ ചെയ്തു. ഇങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻസ്. വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭാര്യയുടെ വീട്ടിൽ അവിടെ അച്ഛനും അമ്മയും ഉണ്ട്. പക്ഷേ അച്ഛന് ജോലി പുറം രാജ്യത്താണ്. അദ്ദേഹം വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. അമ്മായിമ്മ അവിടെയുണ്ട്. പിന്നെ ഭാര്യയുടെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതുമാണ്. എൻ്റെ അമ്മായിമ്മ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരുങ്ങി നടക്കുന്ന ഒരമ്മായിമ്മയാണ്. സീരിയലൊക്കെ കാണുന്ന ചില അമ്മായിമ്മമാർ മേക്കപ്പ് ഇട്ട് ഉറക്കമുണരുന്ന പോലെ അത്രയ്ക്കും ഡിഫൈനായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതിൻ്റെ ഭാര്യയ്ക്കുമുണ്ട്. 2 പേരും നല്ല സൗന്ദര്യമുള്ള വ്യക്തികളാണ്. പക്ഷേ എൻ്റെ അമ്മായിച്ചനെ കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ ആഢ്യത്വം തോന്നില്ല. അമ്മായിമ്മ ശരിക്കും നിലവിളക്ക് പോലെ സുന്ദരിയാണ്. ഞാൻ എപ്പോഴും ഓർക്കും, എന്തുകൊണ്ടായിരിക്കും ഈ സ്ത്രീ അധിക സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു ഭർത്താവിനെ തിരഞ്ഞെടുത്തത്. ചെറുപ്പത്തിലെ ഫോട്ടോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു സിനിമ നടി ലുക്കാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അല്ലേ. സൗന്ദര്യം മാത്രമല്ലോ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സൗന്ദര്യമില്ലാത്തവർക്കും ഇവിടെ ജീവിക്കണ്ടേ എന്നും ഞാൻ ചോദ്യം മനസ്സിൽ ഉന്നയിക്കും. ഇതുവരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ അമ്മായിമ്മ തനിയെ താമസിച്ച് ശീലിച്ചതാണ്. അച്ഛന് ഒത്തിരി വർഷമായിട്ട് പല സ്ഥലങ്ങളിലും ദൂരെയാണ് ജോലി. അമ്മായിമ്മ അവിടെയെങ്കിലും കൂടെ പോയിട്ടുമില്ല. കുട്ടികളെ വളർത്തി ജീവിച്ചു. അതുകൊണ്ട് തന്നെ ഭർത്താവില്ലെങ്കിലും കംഫർട്ടബിളാണ്. പിന്നെ ഇപ്പോൾ നാട്ടിലെ വീടിനടുത്തെല്ലാം സ്വന്തം ബന്ധുക്കളൊക്കെ അടുത്തുണ്ട്. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ തനിയെ ജീവിക്കാൻ ട്രെയിൻ ചെയ്തെടുത്ത ഒരാളാണ്. എൻ്റെ ഭാര്യയ്ക്ക് സ്വന്തം അമ്മയോട് ഓവർ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. സാധാരണ ഇളയ കുട്ടികൾക്കാണല്ലോ ഓവർ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകേണ്ടത്. അങ്ങനൊരു ബന്ധം അവർ തമ്മിലില്ല. പക്ഷെ ഭാര്യയുടെ ചേച്ചിയും അമ്മായിയുമായിട്ട് സൂപ്പർ അടുപ്പമാണ്. ചേച്ചിയാണോ ഇളയ മകളെന്ന് തോന്നിപ്പോകും. എന്താണെന്നറിയില്ല. എൻ്റെ ഭാര്യയാണ് സുന്ദരിയെങ്കിലും അമ്മയ്ക്ക് ആ ഒരു രീതിയിൽ ഇങ്ങോട്ടൊരു ചായ്വില്ല. അപ്പോൾ സൗന്ദര്യമുള്ളവരെ കൂടുതൽ സ്നേഹിക്കണമെന്ന് ചോദിക്കും. എന്താണെന്നറിയില്ല മാഡം, സൗന്ദര്യത്തോട് വല്ലാത്ത ആരാധനയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. എൻ്റെ സൗന്ദര്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും ഒരു സിനിമ നടനെ പോലെ അല്ലെങ്കിൽ അതേ റേഞ്ചിലിരിക്കണം എൻ്റെ മുഖം, ശരീരം എന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് എല്ലാവരെ കൊണ്ടും സുന്ദരനാണെന്ന് പറയിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ്. ആ കോൺഫിഡൻസിലാണ് ഞാനിത് എഴുതുകയും ചെയ്യുന്നത്. ഒത്തിരി സ്ത്രീകൾക്ക് എന്നോട് താല്പര്യം തോന്നിയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ പുറകെ നടക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ എൻ്റെ പുറകെ വന്ന് പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ലഹരിയായിരുന്നു. അതിൽ ചില പ്രേമബന്ധങ്ങൾക്കൊക്കെ ഞാൻ തലവെച്ചിട്ടുമുണ്ട്. പക്ഷെ അതൊന്നും സക്സസ് ആയില്ലെന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സക്സസ് ആകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ അതിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവസാനമാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കി വിടും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഈ കല്യാണം നടന്നത്. മറ്റു സ്ത്രീകൾക്കൊക്കെ എന്നോട് ഭ്രാന്തമായൊരു സ്നേഹമായിരുന്നു എൻ്റെ സൗന്ദര്യത്തോട്. പക്ഷേ ഭാര്യ സുന്ദരിയാണ്, ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതുമാണ്. എങ്കിലും വൈഫിന് എന്നോട് അത്രയ്ക്കും അങ്ങോട്ട് ഭ്രാന്തമായ ഒരു സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പഴയ കാമുകിമാർ ദിവസവും നിങ്ങൾ സുന്ദരനാണ്, ഹോട്ടാണ് എന്നൊക്കെ പറയും. ഇപ്പോഴും എൻ്റെ കൂടെയുള്ളവർ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെയൊന്നും പുകഴ്ത്തി പറയാറില്ല. ഒരു പക്ഷേ അവൾ നല്ല സൗന്ദര്യവതിയാണെന്ന് സ്വയം ബോധമുള്ളത് കൊണ്ടായിരിക്കാം. അതെനിക്ക് കുറച്ച് പ്രശ്നമാണ്. പക്ഷേ ആദ്യകാലങ്ങളിലൊന്നും ഞാൻ ഭാര്യയോട് പറഞ്ഞില്ല. പിന്നീട് കുറച്ച് അടുപ്പമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, നീ എന്താണ് എൻ്റെ സൗന്ദര്യത്തെ അഭിനന്ദിക്കാത്തത്? എല്ലാവരും എന്നെ അഭിനന്ദിക്കുമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പുച്ഛഭാവത്തിലാണ് സംസാരിക്കുന്നത്. അതിന് നിങ്ങൾ വലിയ സുന്ദരനൊന്നും അല്ലല്ലോ. എനിക്ക് പറ്റിയ ഒരാൾ, അത്രയേ ഉള്ളൂ. വലിയ സിനിമ നടനെന്നുള്ള ഭാവമൊന്നും വേണ്ട, ഒരുങ്ങിക്കിട്ട് നടക്കുന്നുണ്ട്. കുറേ പീറ പെണ്ണുങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ പുകഴ്ത്തുവന്ന് പല സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനൊന്നും എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ് അവൾ എൻ്റെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന വിധത്തിലാണ് സംസാരിച്ചത്. അതോടുകൂടി എനിക്ക് മനസ്സിലായി, ഞാൻ വിചാരിക്കുന്ന രീതിയിലൊന്നും അവൾ എന്നോട് പെരുമാറാൻ പോകുന്നില്ല എന്നുള്ളത്
ചില സമയത്ത് നിരാശ ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ മറ്റുള്ളവർ പല സ്വഭാവക്കാരല്ലേ, അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ തന്നെ സെലക്ഷൻ അല്ലേ, പിന്നെ സുന്ദരിയുമാണ്, അവൾക്ക് ഈഗോ കാണുമായിരിക്കും എന്നെപ്പോലെ എന്ന് വിചാരിച്ച് ഞാൻ പലപ്പോഴും മനസ്സിൽ പലതും വിശകലനം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അമ്മായിയമ്മ തനിയാണ് ഇവിടെ ഫ്ലാറ്റ് എടുത്ത ശേഷം ഞാൻ ഇടയ്ക്ക് പറയും, അമ്മേ ഇവിടെ ഒന്ന് നിൽക്ക് കുറച്ച് ദിവസം ഒന്ന്. പക്ഷെ പുള്ളിക്കാരി വരാറില്ല, കുറച്ച് ഡിറ്റാച്ച്മെൻറ്റ് പാലിക്കുകയാണ് പതിവ്. ഞങ്ങൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മേനെ വിളിച്ചു, മോനെ എടാ നീ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ദേ ഇൻസ്റ്റാഗ്രാമിൽ ഈ കടയിൽ കുറേ വീട്ടിലിടുന്ന നൈറ്റി ഒക്കെ കിട്ടുമെന്ന് പറയുന്നത് കേട്ടു. നല്ല രസമുള്ള നൈറ്റിയാണ്, നമ്മളിവിടെയൊന്നും കിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ സൈസ് അനുസരിച്ച് 2-3 നൈറ്റി വാങ്ങിക്കൊണ്ട് വരാമോ, ക്വാളിറ്റി ഒന്ന് നോക്കാനാണ് എന്ന് പറഞ്ഞ് സൈസ് പറഞ്ഞു തന്നു. എന്തുകൊണ്ട് സ്വന്തം മോളോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോളോട് പറഞ്ഞാൽ മോൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കില്ലെന്ന് ഉറപ്പാണ്, അതുകൊണ്ടായിരിക്കും. എന്തായാലും നാട്ടിൽ പോകുമ്പോൾ 3 വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഒരു ശനിയാഴ്ച ദിവസം അത് പോയി പർച്ചേസ് ചെയ്തു. വൈഫിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈഫ് വരുന്നില്ല. അങ്ങനെ ഞാൻ തനിയെ എൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് ആദ്യം അമ്മായിമ്മയെ കണ്ടു. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത് സമ്മാനിച്ചു. ഞാൻ ചെന്നപ്പോഴേക്കും എനിക്ക് വിഭവസമൃദ്ധമായി പലതും ഉണ്ടാക്കി വെച്ചിരുന്നു. എനിക്കതെല്ലാം വിളമ്പി തന്നിട്ട് അമ്മായിമ്മ പറഞ്ഞു, ഞാൻ അത് ഇട്ട് നോക്കട്ടെ, കാര്യം കൊള്ളില്ലെങ്കിൽ നീ തിരിച്ചു പോകുമ്പോഴേക്ക് റിട്ടേൺ ചെയ്തിട്ട് പുതിയ ടൈപ്പ് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ അമ്മേ. അങ്ങനെ ഞാൻ കഴിച്ചു തീർന്നപ്പോഴേക്കും അമ്മായിമ്മ എല്ലാം ഇട്ട് നോക്കിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നല്ല സൂപ്പറാണ് മോനെ, ഞാൻ വിചാരിച്ച അതേ ഡിസൈൻ മനസ്സിൽ കണ്ടതിനേക്കാൾ നന്നായിട്ടുണ്ട്, എല്ലാം എനിക്ക് പെർഫെക്റ്റ് പാകവും. അത് പിന്നെ അമ്മയുടെ സൈസ് പറഞ്ഞതല്ലേ, എന്നാലും ചിലപ്പോൾ അത് ചേരില്ല മോനെ, ഇതിപ്പം എനിക്ക് വേണ്ടി പറഞ്ഞ് തയ്പ്പിച്ച പോലെയുണ്ട്. അതുമാത്രമല്ല മോൻ്റെ സെലക്ഷൻ അത് മോൻ്റെ സൗന്ദര്യം പോലെ തന്നെ അതിമനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ തോളത്ത് തട്ടി. ആദ്യമായിട്ടാണ് അവർ എൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യമായും എനിക്കുണ്ടായ ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഡം എന്നെ അടിച്ചോടിക്കും. എൻ്റെ പഴയ കാമുകന്മാർ പറയില്ലേ, എടാ മോനെ നീ ഹോട്ടാണ്, സുന്ദരനാണ്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നൊരു ഫീലിംഗ് ആണ്. അവർ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്, പക്ഷേ എനിക്കിങ്ങനൊരു വൈബാണ് കിട്ടിയത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി അതിമനോഹരമായി ചിരിക്കുന്നു. എനിക്ക് തോന്നിയത് എൻ്റെ ഭാര്യയേക്കാൾ കൂടുതൽ റൊമാൻറ്റിക് അപ്രോച്ചും മുഖഭാവങ്ങളുമൊക്കെ അമ്മായിമ്മയ്ക്കാണുള്ളത്. ശരിക്കും ഇവർ ഒരു ദേവത തന്നെ. പൈസ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ടമ്മേ, അമ്മയ്ക്ക് എൻ്റെ ഗിഫ്റ്റാണെന്ന്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ആ പൈസയുടെ 10 ഇരട്ടി പൈസ അമ്മായിമ്മ എനിക്ക് GPay ചെയ്തു. മോനെ ഇനി എനിക്ക് മേടിച്ചുകൊണ്ട് തരണം മോൻ്റെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് തരാം അമ്മയെന്ന്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ഭാര്യ എന്നോട് ഈ കാര്യങ്ങളൊന്നും ചോദിക്കുകയും ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് പറയുകയായിരുന്നു. ആ സമയത്ത് മൂളി കേട്ടു, അത്രമാത്രം. ആ സമയത്ത് അനിയൻ വന്നതാണ്. അവനൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചു, ചേട്ടാ ഞാനാണെങ്കിൽ അമ്മയൊന്ന് പോയി കാണട്ടെ, അതായത് എൻ്റെ അമ്മായിമ്മേ. ഞാൻ പറഞ്ഞ അമ്മയെ പോയി കാണ്, അമ്മ തനിയല്ലേ ഉള്ളൂ, അവിടെ പോയി നീ ഒന്ന് കണ്ട് ഒന്ന് സംസാരിക്കുക, ഒത്തിരി നാളായാലേ കണ്ടത്, 1-2 വട്ടമല്ലേ നിന്നെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അമ്മായിമ്മയുടെ അടുത്ത് പോയിട്ട് എല്ലാം കണ്ട് സംസാരിച്ച് എന്നെ വിളിച്ചു. ഞാൻ കണ്ടു കേട്ടോ, സുഖമായിരിക്കുന്നു, ഞാൻ 2 സ്പ്രേയും ഗിഫ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒത്തിരി സന്തോഷമായി. ചേട്ടൻ മേടിച്ചു കൊടുത്ത മാക്സിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു, ചേട്ടൻ നല്ല സെലക്ഷനാണ്, സൂപ്പർ നൈറ്റികളാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അത് കേട്ട് സന്തോഷിച്ചു. രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും പതിവ് പോലെ കുശലം ചോദിക്കാൻ വേണ്ടി അമ്മായിമ്മ വിളിച്ചു. എൻ്റെ ഭാര്യയോട് 2 മിനിറ്റ് സംസാരിച്ചു. അത് കഴിഞ്ഞ ശേഷം ഭാര്യ എനിക്ക് മൊബൈൽ കൈമാറി. ഞാൻ സംസാരിച്ചപ്പോൾ, മോനെ വരുൺ വന്നായിരുന്നു കേട്ടോ, അവൻ എനിക്ക് സ്പ്രേ കൊണ്ടു തന്നു, പിന്നെ ചില ഗിഫ്റ്റുകളും ചോക്ലേറ്റുകളും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു അമ്മ വന്ന് കാണണമെന്ന്. അവൻ എന്നോട് ചോദിച്ചിരുന്നു അമ്മ വന്ന് കാണട്ടെ എന്ന്. മോനെ അവനാദ്യം വന്ന് കണ്ടപ്പോഴില്ലേ എനിക്ക് അവനാണെന്ന് മനസ്സിലായില്ല. ഞാൻ ഓർത്തു ഈ ഹിന്ദി സിനിമാ നടന്മാരില്ലേ അവരൊക്കെ വരുന്ന പോലെ ശരിക്കും അവൻ വിദേശത്ത് പോയി അങ്ങ് മാറി. കല്യാണത്തിന് കണ്ട പോലല്ല, ഇപ്പോൾ വല്ലാത്തൊരു മാറ്റമാണ്. ശരിക്കും എന്ത് സുന്ദരനാണെന്നറിയാമോ, ചുണ്ടൊക്കെ കണ്ടു, നല്ല റോസാപ്പൂ പോലെ ചുവന്നിരിക്കുന്നു. ഇവനെന്തെങ്കിലും ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തതാണോ, അല്ലമ്മേ അവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് മാറിയതായിരിക്കും. എന്താണ് സ്റ്റൈലും പത്രാസുമൊക്കെ. ശരിക്കും ഇവനെ നമുക്ക് വല്ല സിനിമയിൽ അഭിനയിക്കാൻ വേണം, അത്രയ്ക്കും പെർഫെക്റ്റായ ഒരു ചെക്കന്. ഇവനിനി ഏത് പെണ്ണിനെ എവിടുന്ന് പോയി നമ്മൾ കണ്ടുപിടിക്കും, ഇത്രയും സുന്ദരികളൊക്കെ ഭൂലോകത്തുണ്ടാകുമോടാ, എന്തൊരു സൗന്ദര്യമാ എന്ന് പറഞ്ഞ് എൻ്റെ അനിയനെ വർണ്ണിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. കാര്യം അമ്മ
എന്നെപ്പറ്റി 1 മിനിറ്റും എൻ്റെ അനിയനെപ്പറ്റി 1 മണിക്കൂറും വാചാലയായതുപോലെ എനിക്ക് തോന്നി. ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ പിരി വെട്ടിയോ ഇളക്കം തോന്നിയോ എന്നൊക്കെ എനിക്ക് തോന്നി. ഞാനൊന്നും മിണ്ടിയില്ല. അതൊക്കെ കേട്ടു. എന്നിട്ട് വെക്കുകയും ചെയ്തു. എൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചു, അല്ല നിങ്ങൾക്കെന്താ അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അപ്സെറ്റ് ആയതുപോലെ? ഞാൻ പറഞ്ഞേ ഒന്നുമില്ല, അനിയൻ വീട്ടിൽ പോയിരുന്നു. അതമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ്റെ കാര്യം പറഞ്ഞതാണ്. അവനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വിദേശിയെ പോലെയുണ്ട്, ഹിന്ദി സിനിമ നടന്മാരെ പോലെയുണ്ട്. അവന് ചുണ്ടുകൾ ചുവന്നിരിക്കുകയാണ്. വല്ല ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റും ചെയ്തോ എന്നൊക്കെ അമ്മ ചോദിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാര്യ എന്നെ തുറച്ചു നോക്കിയിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് കേട്ടതാണോ നിങ്ങൾ അപ്സെറ്റ് ആകാൻ കാര്യം? ഈ അപ്സെറ്റോ? എൻ്റെ അനിയൻ സുന്ദരനാണെന്ന് പറഞ്ഞത് എനിക്ക് അഭിമാനമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് അമ്മ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കല്ലെങ്കിലും മറ്റുള്ളവരെ പുകഴ്ത്തുന്നത് ഇഷ്ടമല്ലല്ലോ. നിങ്ങളെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. അതിന് മാത്രം സൗന്ദര്യമൊന്നും നിങ്ങൾക്കില്ല. ചുമ്മാ കെട്ടിയൊരുങ്ങി നടക്കുകയാണ്. ചില പെണ്ണുങ്ങളെപ്പോലെ ലിപ്സ്റ്റിക്കും മേക്കപ്പൊക്കെ ഇട്ട് വന്നിട്ട് ചില പെണ്ണുങ്ങൾ പറയും അവരെ ഭയങ്കര സുന്ദരികളാണെന്ന് എന്ന് പറഞ്ഞൊരു സ്വഭാവമാണ് നിങ്ങളുടേതെന്നും. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാനും ഭാര്യയും കൂടെ വഴക്കുണ്ടായി. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, അമ്മ നിങ്ങളുടെ അനിയനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു മർമ്മമുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് മർമ്മം? നിങ്ങൾക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് ഒന്നും അറിയില്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പനയിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി വന്ന് ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിക്കുന്ന യക്ഷിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും വശീകരിച്ച് കരിമ്പനയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് രാവിലെ ആകുമ്പോൾ അവിടെ ഒന്നും കാണില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ കഥകൾ? അതൊക്കെ സിനിമയിൽ കേൾക്കുന്ന കഥകളല്ലേ? അതിനേക്കാൾ വലിയ കഥകൾ ഉള്ള സ്ത്രീയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അമ്മയെ കാണുമ്പോഴേക്കും നിങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് ചാടിപ്പോകും. പക്ഷേ ചെന്ന് കയറുന്നത് പനയുടെ മൂട്ടിലേക്കാണെന്ന് നിങ്ങൾക്കറിയില്ല. നീ എന്തൊക്കെയാടി പറഞ്ഞത്? പനയുടെ മൂടോ യക്ഷിയോ? മനുഷ്യ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ അനിയനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അടിമുടി അങ്ങ് ഇളകി. ഹിന്ദി സിനിമാ നടൻ, ചുണ്ടിന് റോസ് കളറ്. ആ ചെക്കനെ അന്നേരം തന്നെ അമ്മ വലയിലാക്കി കാണും. ഒന്ന് പൊടി. അമ്മ ആത്മാർത്ഥമായിട്ട് തുറന്ന് എല്ലാം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. നിനക്ക് നിൻ്റെ അമ്മയുമായിട്ട് അകൽച്ചയാണല്ലോ. അതുകൊണ്ട് നിനക്ക് അമ്മയുടെ അസൂയുണ്ട്. അമ്മയ്ക്കാണ് സൗന്ദര്യം കൂടുതൽ. നിനക്ക് പണ്ടേ അമ്മയുടെ അസൂയാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ല സ്വഭാവമുള്ള അമ്മയോട് നീ അകലം പാലിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ആരെക്കുറിച്ചും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. വെളുത്ത നിറം സൗന്ദര്യം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മയങ്ങിപ്പോകും. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളൊരു പൊട്ടനാ എന്ന് പറഞ്ഞു. എടി, വെറുതെ തോന്നിയാസങ്ങൾ പറയരുത്. എനിക്ക് നല്ല ബോധമുണ്ട്. നിൻ്റെ അമ്മ നല്ല സ്വഭാവമുള്ളൊരു സ്ത്രീയാണ്. അവർക്കെല്ലാവരോടും നന്നായിട്ട് പെരുമാറാനും അറിയാം. നിനക്കതറിയില്ല. എൻ്റെ പൊന്നു മനുഷ്യ, ഒന്നും പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെനിക്കൊണ്ട് പറയിപ്പിക്കും. നീ എന്താണെന്ന് വെച്ചാൽ പറ. നിങ്ങൾക്കറിയാമോ, ഞാൻ ആ വീട്ടിലെ ഇളയ മകളാണ്. എൻ്റെ ചേച്ചി പണ്ട് തൊട്ടേ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഞാനാണല്ലോ അമ്മയുടെ കൂടെ ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞത്. എൻ്റെ അച്ഛനാണെങ്കിൽ മിക്കവാറും അവിടെ കാണില്ല. വല്ലപ്പോഴും വരും, വല്ലപ്പോഴും പോകും. ഇപ്പോഴും അങ്ങനെ തന്നെ. ഒരു ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, അന്ന് പരീക്ഷ കഴിഞ്ഞാലും ക്ലാസ്സിലിരിക്കണം. വൈകുന്നേരം മാത്രമേ നമുക്ക് സ്കൂൾ ബസ്സുള്ളൂ. അപ്പോൾ അത്ര നേരം ഇരിക്കണം. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? മറ്റു കുട്ടികളൊക്കെ ചിലർ ബസ്സിൽ കയറി വീടിൻ്റെ അവിടെ ഇറങ്ങാറുണ്ട്. അങ്ങനെ ഞാനും ചെയ്തു. എൻ്റെ അമ്മ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ വീടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വീടിൻ്റെ മുൻവശം പൂട്ടിയിട്ടിരിക്കുകയാണ്. കോളിംഗ് ബെൽ അടിച്ചിട്ടും തുറക്കുന്നില്ല. ഞാൻ പിന്നെ എങ്കിൽ അടുക്കള വശത്ത് ചെന്ന് അമ്മയെ വിളിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചെന്നു. മിക്കവാറും അമ്മ അടുക്കളയിലായിരിക്കുമല്ലോ. അവിടെ ഞാൻ കണ്ട കാഴ്ച ശരിക്കും എന്നെ ഞെട്ടിച്ചു. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരാണും പെണ്ണും അടുത്ത് പെരുമാറുന്നത് കണ്ടത്. അതും ഗ്യാസ് നന്നാക്കാൻ വന്നൊരു ചെക്കൻ. ആ ചെക്കനെ അമ്മ വിളിച്ചു വരുത്തിയതാണോ അതോ ഇനി ഏജൻസിക്കാരെ വിട്ടതാണോ എന്നറിയില്ല. അതും വെളുത്ത് തുടുത്ത് നല്ല സൗന്ദര്യമുള്ളൊരു ചെക്കൻ. ആ ചെക്കൻ പരമാവധി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ചെക്കന് ഭയങ്കര പേടിയാണ്. അന്യൊരു വീടല്ലേ, പിന്നെ പാതി മനസ്സേ കാണുള്ളൂ. പക്ഷേ അമ്മയ്ക്ക് യാതൊരു സങ്കോചവുമില്ല. നിർബന്ധിച്ചാണ് പോ. ചെക്കനാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥ. പക്ഷേ അമ്മ വെറുതെ വിടില്ല. അങ്ങോട്ട് മാറാൻ ശ്രമിക്കുന്ന പയ്യനെ വലിച്ച് അടുപ്പിക്കുകയാണ്. ഞാൻ അത് കണ്ട് അമ്പരം നിന്നു. കാര്യം സിനിമയിലൊക്കെ പണ്ട് നമ്മൾ കാണുന്ന എന്താണ്, ഒരു പുരുഷന് സ്ത്രീയുടെ അടുത്തേക്ക് ക്ലോസായി ചെല്ലുമ്പോൾ ആ സ്ത്രീ പറയും, അയ്യോ വേണ്ട, അടുത്ത് വരരുത് എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇവിടെ ഇപ്പോൾ തിരിച്ചാണ്. ചെക്കൻ രക്ഷപ്പെടാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ അമ്മയുടെ കയ്യിലും പണി 18 അതുകൊണ്ട് എല്ലാം റിപ്പയർ ചെയ്തിട്ട് മാത്രമേ അമ്മ വിട്ടുള്ളൂ. അതിന് 1/2-3/4 മണിക്കൂർ എടുത്തു ചേട്ടാ. അത്രയും സമയം ഞാൻ പതുങ്ങി അവിടെ നിന്നു. തുടക്കവും
ഒടുക്കവും ഇടയ്ക്കുള്ളതും എല്ലാം ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം നിലച്ച മട്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ അമ്മയുടെ സ്വഭാവം. കാര്യം സാധാരണ രീതിയിൽ അമ്മ വളരെ ശാലീനയായി കുലീനയായി കാണുന്നൊരു സ്ത്രീയാണല്ലോ. ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ബഹുമാനവും ഒക്കെ ഇട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ഇത്രയും തീക്ഷ്ണമായ ജ്വാലകളുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവനോട് എന്തൊക്കെയാണ് പറഞ്ഞത്? കാര്യം ആ പയ്യൻ അധികമൊന്നും മിണ്ടുന്നില്ല. അമ്മയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ശരിക്കും ചെവിക്കകത്ത് വല്ല ക്ലീനിങ്ങും ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആ ചെക്കനെ എന്തൊക്കെ പറഞ്ഞിട്ട് നിനക്ക് പറ്റില്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ എന്തിനാണ് ഇറങ്ങിയത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ചെക്കൻ പേടിച്ചാണെന്ന് തോന്നുന്നു റിപ്പയറൊക്കെ പൂർത്തിയാക്കിയിട്ട് പോയപ്പോൾ അവന് നല്ല കുറച്ച് പണവും കൂടുതൽ കൊടുത്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ കാലത്ത് ഈ കഥ കേൾക്കുമ്പോൾ ആരാണെങ്കിലും പറയും അവൻ ഒരു ഭാഗ്യവാനാണെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ +2 പഠിക്കുമ്പോഴേ എനിക്ക് തന്നെ പ്രേമം തോന്നുന്ന ഒരാൾ. അങ്ങേർക്ക് എന്നെ ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീടിൻ്റെ അതിലൂടെ ബൈക്കിലൊക്കെ പോകുന്ന ഒരാളാണ്. അങ്ങേർ ഒരു ദിവസം അമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ രാത്രിയിൽ കണ്ടു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നാട്ടിലുള്ള സൗന്ദര്യമുള്ള ആളുകളെ നിങ്ങളെപ്പോലെ തന്നെ മൈൻഡ് ഉപയോഗിച്ച് കണ്ടെത്തി അങ്ങനെ രസിച്ച് നടക്കുകയാണ്. ഞാൻ ഇത് കണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഞാൻ അമ്മയോട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. പക്ഷെ പതുക്കെ പതുക്കെ ഞങ്ങൾക്കിടയിൽ വല്ലാത്തൊരു അകൽച്ച വരാൻ തുടങ്ങി. സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴേക്കും അമിതമായി അവരെ വർണ്ണിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നത് അമ്മ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. പെട്ടെന്ന് അവർ അമ്മയിലേക്ക് ആകൃഷ്ടരാകും. അങ്ങനെ അമ്മയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പല അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറയുകയാണ്. അമ്മ പനയിൽ നിന്നിറങ്ങി വന്ന യക്ഷിയല്ല, വലിയ ആൽമരത്തിൽ നിന്നിറങ്ങി വന്ന വടയക്ഷിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഗൗരവം പിടികിട്ടിയത്. അപ്പം നീ പറഞ്ഞു വന്നതെന്താ? പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ഇത്രയും ആ ചെക്കനെ വർണ്ണിച്ചെങ്കിൽ അവനെ വെറുതെ വിട്ട് കാണില്ല അമ്മ. വന്ന് കണ്ടു കീഴടങ്ങി എന്ന് പറഞ്ഞൊരു പ്രവണതയായിരിക്കും. ഒന്ന് പോടി, അവൻ എൻ്റെ അനിയനല്ലേ. അനിയനാണോ ചേട്ടനാണോ എന്ന് അമ്മ ഒരിക്കലും നോക്കാറില്ല. ടാർജറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ടില്ല. നിങ്ങളെപ്പോലെ തന്നെ സൗന്ദര്യമുള്ള ആൾക്കാരെ നോക്കി നടക്കുകയാണ്. എനിക്ക് വിവാഹശേഷമാണ് മനസ്സിലായത് അമ്മയുടെ അതേ സ്വഭാവമാണ് നിങ്ങൾക്കും. സ്വയം സൗന്ദര്യമുള്ള ആളാണെന്നൊരു ഭാവമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊങ്ങച്ചവും മറ്റുള്ളവരുടെ സൗന്ദര്യവും വലിയ രീതിയിൽ പുകഴ്ത്തി പറയും. ഇങ്ങനെയുള്ള നിങ്ങളും എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എനിക്ക് പണ്ടേ സംശയമുണ്ട് അമ്മയുടെ വരയിൽ നിങ്ങൾ വീണോന്ന്. അപ്പം നിനക്കതിൽ പ്രശ്നമൊന്നുമില്ലേ? ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? എൻ്റെ അമ്മയല്ലേ. ഞാൻ തന്നെ മലർന്നു കിടന്ന് മുകളിലേക്ക് എന്തെങ്കിലും എറിഞ്ഞ് എൻ്റെ ദേഹത്തേക്ക് വീഴുന്ന പോലെയാകും അത്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ അധ്വാനിച്ച് ഇഷ്ടം പോലെ പണം എനിക്ക് ചിലവാക്കാൻ പണ്ടേ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, അച്ഛനെ ഓർത്ത് മാത്രം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാൻ എന്തിനാണ് അമിതമായി ഇണങ്ങാത്തതും അമിതമായി ഒത്തുപോകാത്തതും. അത് തന്നെ കാര്യം. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അത്ര വലിയ ആകാംക്ഷ തോന്നില്ല. കാര്യം നിങ്ങളുടെ സ്വഭാവം എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങളുടെ മനസ്സിലും ഈ ഓടിക്കൊണ്ടിരിക്കുന്ന പടം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളാദ്യം നിങ്ങളുടെ അനിയനെ ശ്രദ്ധിക്കുക. കാര്യം ആ ചെക്കനെ ഇപ്പോൾ അമ്മ വരയിലാക്കും. ഇനി അവൻ എൻ്റെ വീട്ടിൽ സ്ഥിരം സന്ദർശകനാകും. അതോടുകൂടി നിങ്ങളുടെ സ്ഥാനം ഔട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ തോന്നിവാസം പറയരുത്, ആവശ്യമില്ലാത്ത ഓരോ കഥകൾ ഉണ്ടാക്കി പറയുകയാണ്. എനിക്കങ്ങനെ കഥ പറഞ്ഞ് ഒന്നും നേടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ ഈ തലവേദനയ്ക്കുള്ളിൽ പിടിച്ചിടരുത്. നിങ്ങൾ നിങ്ങളുടെ അനിയനെ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ കയറിപ്പോയി. 2 ദിവസത്തേക്ക് ഈ പ്രശ്നം മൂലം ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. പക്ഷെ എൻ്റെ ഭാര്യ പറയുന്നതിൽ എന്തോ ജെന്യൂനായിട്ടുള്ളൊരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പിന്നീട് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയൻ അവിടെ പോകുന്നു. ഞാനൊരു ദിവസം അവനെ വിളിച്ച് ഉപദേശിച്ചു, നീ എന്തിനാണ് അമ്മ തനിയുള്ളപ്പോൾ അവിടെ പോകുന്നതെന്ന്. അവൻ പറഞ്ഞു, അതിനെന്താ, ചേട്ടൻ്റെ അമ്മായിയമ്മയില്ലേ, ഞാൻ കാണാൻ പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന്. കാര്യങ്ങൾ അവനോട് പറഞ്ഞില്ലെങ്കിൽ അവൻ ഇതിലേക്ക് വീഴുമെന്ന് എനിക്ക് തോന്നി. ഇനി വീണോ? ഞാൻ അവനെ വിളിച്ചു, നീ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. ഫോണിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല. അങ്ങനെ നേരിട്ട് വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒന്ന് കുടഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് കാര്യം പറഞ്ഞു. ആദ്യ ദിവസം ചെന്നപ്പോഴേ അവനെ വലിയ വർണ്ണനയായിരുന്നു. ചോറൊക്കെ കൊടുത്തിട്ട് അവൻ ഇറങ്ങാൻ നേരത്ത്, നീ ഇപ്പോൾ പോകണ്ട, ഇന്നിവിടെ താമസിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചെന്ന്. അവൻ പോവാന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മായിമ്മ അനാവശ്യമായ ചില അടുപ്പങ്ങൾ കാണിക്കാൻ ശ്രമിച്ചു. അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അങ്ങനല്ല, നീ വിദേശ രാജ്യത്തൊക്കെ പഠിച്ചാണല്ലേ, നിനക്കറിയില്ലേ എന്തുകൊണ്ടാണ് നീ എൻ്റെ റീക്വസ്റ്റ് തടുക്കുന്നത്? അതിൻ്റെ കാര്യമില്ല. നമുക്ക് വിദേശ രാജ്യങ്ങളെ പോലെയുള്ള ഒരു മൈൻഡ് സെറ്റപ്പ്
ഉണ്ടാക്കിയെടുക്കാം. അതിനൊന്നും ഒരു കാര്യമില്ല. അവിടെ നീ ഫ്രീ ആയി നടന്നില്ലേ? നീ അത്ര നല്ലവനൊന്നും അല്ലല്ലോ. ഇന്ത്യൻ സംസ്കാരം അനുസരിച്ചോ സദാചാരം അനുസരിച്ചാണോ നീ നടന്നത്? നിനക്കവിടെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടില്ലേ? എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവൻ ചില കഥകളൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തേടിയ വള്ളി കാൽ ചുറ്റിയെന്ന് പറഞ്ഞ പോലെ അമ്മ വള്ളിയെ അങ്ങ് പിടിക്കാൻ തുടങ്ങി. വള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്, അമ്മയ്ക്കൊരു പ്രശ്നവുമില്ല. ആരെയൊക്കെ എങ്ങനെ ശരിയാക്കിയെടുക്കണമെന്ന് അമ്മായിമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവനെ പാട്ടിലാക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. അങ്ങനെ അന്ന് 28 കൂട്ടം വിഭവങ്ങൾ ചേർന്ന ഒരു സദ്യ അവന് കൊടുത്തു. സദ്യ കഴിച്ച ചെക്കൻ ഇടയ്ക്കിടയ്ക്ക് സദ്യ കഴിക്കാൻ വരുന്നതിനെ കുറ്റം പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നിർത്തണമെന്ന് പറഞ്ഞു പോകാൻ പറഞ്ഞു. നിർത്താനൊന്നും പോകുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഇത് തുടരും എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടിനും കൂടി ചെറിയ വഴക്കുണ്ടാക്കിയെങ്കിലും അവൻ അവൻ്റേതായ രീതിയിൽ നിന്നു. ഇനി അമ്മായിമ്മയോടൊന്ന് സംസാരിക്കാമെന്ന് വെച്ച് ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ നല്ല സ്വഭാവം മാറി. അതിന് നിനക്കെന്താ? നിൻ്റെ എന്തെങ്കിലും തേഞ്ഞു പോകുന്നുണ്ടോ? തേഞ്ഞു പോകാത്ത കാര്യങ്ങളാണ് ഞാൻ അന്വേഷിക്കുന്നത്. നീ ഇങ്ങനെ വെറുതെ ഒരുങ്ങിക്കെട്ടി നടക്കുന്നത് ആർക്കും ഉപകാരമില്ലാതിരിക്കാനാണോ? നിൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ നിന്നെക്കൊണ്ട് ഉപകാരമുള്ളൂ? അതോ നീ റോമിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണോ? എടാ, നിൻ്റെ മനസ്സും എൻ്റെ മനസ്സും ഒരുപോലെ തന്നെയാണ്. ഇത്രയും സൗന്ദര്യമുള്ള ആൾക്കാർ വെറുതെ ഇങ്ങനെ ഭാര്യയോ ഭർത്താവിനെ മാത്രം കാണിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. അമ്പലമണി എന്ന് പറയുമ്പോഴേക്കും ഒരാൾക്ക് മാത്രം അടിക്കാൻ വേണ്ടി അവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതല്ല. അത് പലരും അടിക്കണം, പല നടകളും തുറക്കണം, പലർക്കും ദർശനവും കിട്ടണം. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഏതെങ്കിലും മൂലയിൽ പോയി കുത്തിയിരിക്കുക. പിന്നെ എൻ്റെ ഭർത്താവിനോടോ എൻ്റെ മകളോടോ ആരോട് വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല. ഫാമിലി തകർന്നു പോന്നെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിൽ പോയി വേണമെങ്കിൽ താമസിക്കും. എനിക്കിഷ്ടം പോലെ പണമുണ്ട്. ഭർത്താവ് ഡൈവേഴ്സ് ചെയ്യണോ? ആയിക്കോട്ടെ, അങ്ങേർക്ക് പോയി. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നീ രഹസ്യം സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. അതല്ല, കൂട്ടത്തിൽ ചേർന്ന് ഒരു സമൂഹഗാനം പാടുകയാണെങ്കിൽ നിനക്ക് പാടുകയും ചെയ്യാം. വെറുതെ എന്തിനാണ് ഒരു ചാൻസ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു. അന്ന് തർക്കം ഉണ്ടായെങ്കിലും പിന്നീട് പല ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കും. ചെല്ലുമ്പോൾ ഓവർ ആക്ടിംഗ് ആണ്. കൊഞ്ചി പെരുമാറുകയും ചെയ്യും. അനിയൻ്റെ വരവിനും പോക്കിനും യാതൊരു കുറവുമില്ല. ഞാൻ അത് പറയുമ്പോൾ അത് ചിന്ന മണിക്കുയില്, നീ പെരിയ മണിക്കുയില്, വാടാ ഇവിടെ എന്ന് പറഞ്ഞ് ഒരു ദിവസം ഇതേപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചപ്പോൾ പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ ദുർബലനായി എനിക്കും അന്നവിടെ പൂജാതി കാര്യങ്ങളോടുകൂടി നട തുറക്കേണ്ടി വന്നു മാഡം. അങ്ങനെ പോവുകയാണ്. ഒന്ന് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നട തുറക്കുമല്ലോ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അവരുടെ കൺസെപ്റ്റിൽപ്പെട്ട സൗന്ദര്യമുള്ള ആര് വന്നെന്ന് പറഞ്ഞാലും അവർ ഒരു നടയ്ക്ക് അവിടെ എല്ലാം പരിശ്രമം നടത്തുമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. നോക്കുമ്പോൾ അവർ എന്നേക്കാൾ ബഹുദൂരം മുന്നിൽ ഓടിയ ഒരു പ്രതിഭയാണെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഉള്ളിൽ പേടിയുണ്ട്. പക്ഷേ അവരുടെ ചില കഴിവുകളെ എനിക്ക് നിരസിക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ അനിയനും ചേട്ടനും ഒരു ചുഴിയിൽ കിടന്ന് വട്ടം കറങ്ങുന്ന ഒരു ജീവിതമാണ് എൻ്റേത്. മാഡത്തിന് ഈ കഥ കേട്ടിട്ട് എന്ത് തോന്നുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് എന്ത് തോന്നിയിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ഈ സൗന്ദര്യമുള്ള ആൾക്കാർ ഒത്തിരി ലോകത്തുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യർക്ക് അമിതമായ സൗന്ദര്യാരാധനയുള്ള ഒത്തിരി ആളുകളുണ്ട്. ചിലപ്പോൾ എനിക്ക് പോലും കാണുമായിരിക്കാം. പക്ഷേ അതിൻ്റെയൊക്കെ പുറകെ പോയി സൗന്ദര്യമുള്ള ആൾക്കാരെ മുഴുവനും നമ്മുടെ വലയത്തിലേക്കാക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? വല്ല അസുഖങ്ങളോ മറ്റോ വരാനുള്ള ചാൻസുകളുണ്ട്. ഒന്നിലധികം പാർട്ട്നേഴ്സ് പങ്കാളികളൊക്കെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന റിസ്കുകളെ പറ്റി നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അമ്മായിമ്മ വെറുതെ അവിടെ ഇരിക്കുന്നു. അവർക്ക് ദൗർബല്യമായ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ചേരുന്നു. നിങ്ങളും സമാന ചിന്താഗതിക്കാരനാണ്. അനിയനുണ്ട്. ഇതെല്ലാം കൂടി ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങളായി വരുമോ എന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ്, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതിപ്പം വേറെ നിങ്ങളെല്ലാവരും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും വരില്ലായിരിക്കാം. രഹസ്യമായി ഇരിക്കട്ടെ. അല്ലെങ്കിൽ അറിഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല. ഒരാൾ രണ്ടും കൽപ്പിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നുള്ളതല്ലാതെ ഇതിലെന്താ പറയുക? അവനവൻ്റെ ശാരീരികവും മാനസികവുമായുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കേണ്ടതും അതിൽ വ്യക്തമായ തീരുമാനം എടുക്കേണ്ടതും അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. അതെടുത്തില്ലെങ്കിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകുമ്പോൾ കരകയറുക, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാതെ നോക്കി ഇത് നിയന്ത്രിച്ച് നിർത്തുക. എന്താണെന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് ചെയ്യുക.